ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കേരളീയരുടെ കാർഷികോത്സവമാണ് വിഷു. നമ്മൾ മലയാളികൾ വിഷു ആഘോഷിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലും ആഘോഷിക്കാറുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ആഘോഷങ്ങളാണെന്ന് അറിയാവുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം നമ്മുടെ ഈ ചാനലിൽ കേരളത്തിന് പുറത്തുള്ള ഒത്തിരി പേരുണ്ട്, പുറത്ത് താമസിക്കുന്ന ഒത്തിരി മലയാളികളുണ്ട്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. വിഷു എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നൊരു ചിത്രം എന്ന് പറയുന്നത് വിഷു കൈനീട്ടം കിട്ടുന്നത്, അതുപോലെ കമ്പിത്തിരി, നല്ല സദ്യ, പായസം ഒക്കെയാണ് അല്ലേ. വിഷുവിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കണിക്കൊന്ന പൂക്കളാണ് അല്ലേ. പണ്ടൊക്കെ വിഷു ആയെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നിറയെ പൂത്തു നിൽക്കുന്ന കൊന്നമരങ്ങളൊക്കെ കാണുമ്പോഴാണ്. ഇപ്പോൾ കാലാവസ്ഥയുടെ ചേഞ്ചസ് കൊണ്ട്, അതായത് നല്ല ചൂടൊക്കെ കാരണം കണിക്കൊന്നയൊക്കെ നേരത്തെ പൂത്തിരിക്കുകയാണ്. ഇപ്പോൾ കൊച്ചിയിലൊക്കെ ജാനുവരി ലാസ്റ്റൊക്കെ തന്നെ നിറയെ കൊന്നകൾ പൂത്തു നിൽക്കുന്നത് കണ്ടു. അപ്പോൾ കൊന്നപ്പൂക്കളും നമ്മുടെ വിഷുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. സേമിയ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 100 ഗ്രാമാണ്. ഇത് റോസ്റ്റഡ് സേമിയയാണ്. റോസ്റ്റഡ് അല്ല നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ നമ്മളൊരല്പം നെയ്യിൽ ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ 500 ഗ്രാം പാലും അതേ അളവിൽ തന്നെ വെള്ളവും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിത് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യ് വേണം, അതേപോലെ തന്നെ പഞ്ചസാര എടുക്കുന്നത് നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പഞ്ചസാര എടുക്കുന്നതിൻ്റെ അളവ് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് കാഷ്നട്ട്, അതുപോലെ തന്നെ ഉണക്കമുന്തിരി, ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരു കാര്യം, ഒരല്പം ജീരകവും അതേപോലെ തന്നെ ഒരു ഏലക്കയും കൂടി പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യ് വേണം. ഇനി നമുക്ക് എങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. നമുക്ക് ഈ പാലും വെള്ളവും കൂടി മിക്സ് ചെയ്തത് നമുക്ക് അടപ്പത്ത് വെച്ചൊന്ന് തിളപ്പിക്കുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇപ്പോൾ സേമിയ നിങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പാലും അതേപോലെ തന്നെ പഞ്ചസാരയും ഒക്കെ കൂടുതലായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ 100 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാലൊന്ന് തിളച്ച് വരട്ടെ. പാലിപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സേമിയ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഏലക്കയും ജീരകവും കൂടി പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ പായസത്തിന് ഒരല്പം ഉപ്പ് ടേസ്റ്റിന് വേണ്ടി ചേർക്കാം. അത് ഞാൻ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ പറഞ്ഞിട്ടില്ല. അതൊരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റ് എല്ലാം ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഒരല്പം ഉപ്പാണ് ചേർക്കുന്നത്. നമ്മുടെ പായസം നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സേമിയ വേകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ കാഷ്നട്ടും ഉണക്കമുന്തിരിയൊക്കെ വറുത്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ചെറിയ പാനിൽ നമുക്ക് കാഷ്നട്ടൊക്കെ ഒന്ന് വറുത്ത് എടുക്കാം. ഇപ്പോൾ കാഷ്നട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഉണക്കമുന്തിരി അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ആ നെയ്യോടുകൂടി തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാം. സേമിയ ഏകദേശം ആയിട്ടുണ്ട്, ഒരു 1/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതാണ് അതിൻ്റെ കണക്കെന്ന് പറയുന്നത്. ഒരു 5 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമ്മുടെ പായസം റെഡിയാകും. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും ഇതേപോലെ സേമിയ പായസം ഉണ്ടാക്കി നോക്കുക. ഇനി നിങ്ങൾ ഡിഫറെൻറ്റ് രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഞാനും ആ രീതി ഒന്ന് ട്രൈ ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതോടൊപ്പം എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ.